ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാവൂ എന്നും കോടതി അറിയിച്ചു. ആദ്യ കേസിലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും KM ഷബ്ന ചേരുന്നു. ഷബ്ന, എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്ന വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് അതിജീവിതയുടെ ആവശ്യം? രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ അതിജീവിത ഈ കേസിൽ കക്ഷി ചേരാനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇവർ ഹർജിയിൽ പറയുന്നത് തന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ കേസിൽ തീരുമാനമെടുക്കാവൂ എന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ്. തനിക്ക് ചില കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ച് ജാമ്യം നൽകരുത്. ഈ മുൻകൂർ ജാമ്യം നൽകിയ നിഷേധിച്ച സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് അനുവദിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് എത്തുന്നുണ്ട്. ഇതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം. ശ്രീ ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ അതിജീവിതയും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ നടപടികളിലേക്ക് പോകാവൂ, അതിൽ അന്തിമമായ തീരുമാനമെടുക്കാവൂ. തനിക്ക് പറയാനുള്ളത് കോടതി കേൾക്കാൻ തയ്യാറാകണം. അതിനുശേഷമായിരിക്കണം അന്തിമമായ തീരുമാനത്തിലേക്ക് കോടതി എത്തേണ്ടത്. നേരത്തെ സെഷൻസ് കോടതികളിൽ നിന്നുള്ള ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ താൻ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും തനിക്ക് നീതിപരമായ ഒരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ നീതി ലഭ്യമായില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അതിജീവിത വീണ്ടും കോടതിയെ സമീപിക്കുകയും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ അന്തിമമായ തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. KM ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.